സാൾട്ടൻ ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 എഞ്ചിനീയറിങ്ങിൻ്റെയും ബി ഫാമിൻ്റെയും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് അത് വേണ്ട എന്ന് കുറേ പേര് പറയുന്നുണ്ട്. എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം ഞാനൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കിട്ടിയ ഓപ്ഷൻ മതി, അതിനി എന്ത് ചെയ്യും എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടി, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടി, ഇനി എന്തിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയവർ ശ്രദ്ധിക്കുക, അവർ ടോക്കൺ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ ആ അലോട്ട്മെൻറ്റ് ഉറപ്പുവരുത്തുക. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾ കൺഫർമേഷൻ കൊടുത്താൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുക. അവിടെ പരിഗണിക്കാൻ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ കൺഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയവർക്ക് ഇനി മറ്റൊന്നും ചെയ്യാനില്ല. അവർ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് വരുമ്പോൾ പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും. ആ അലോട്ട്മെൻറ്റ് മെമ്മോയും ബാക്കി അഡ്മിഷൻ്റെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് പറയുന്നത്, ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനേ ഉള്ളൂ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ അങ്ങനെ ജോയിനിങ്ങിൻ്റെ ഒരു ലിസ്റ്റും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവിടെ നിങ്ങളെപ്പോൾ ജയിക്കാൻ സാധിക്കുകയില്ല. ഇനി രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഇത് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് തന്നെ മതി എന്ന് പറയുന്ന ചിലരുണ്ട്. അതായത് എൻ്റെ 5ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, 5ൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആയി, ഇനി 4 ഓപ്ഷൻസ് മുകളിലുണ്ട്. പക്ഷെ ആ 4 എന്നെ പരിഗണിക്കേണ്ട, എനിക്കിപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് മതി, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ ടോക്കൺ ഫീസ് അടയ്ക്കുക. അതിനുശേഷം കൺഫർമേഷൻ വരുമ്പോൾ കൺഫർമേഷൻ കൊടുക്കുക. അതിനുശേഷം കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ആ ഹയർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കിട്ടിയ അലോട്ട്മെൻറ്റ് മതി എന്നുള്ളവർക്ക് ആണ് ഈ പറയുന്നത്. ഈ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കിട്ടിയ അലോട്ട്മെൻറ്റ് തന്നെ മതി, ഇനി ഹയർ ഓപ്ഷൻസിലേക്ക് പരിഗണിക്കേണ്ട എന്നുള്ളവരോടാണ് ഈ പറയുന്നത്. നിങ്ങൾ കൺഫേം ചെയ്യുക, അതിനുശേഷം ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക. ഇനി അതല്ലാതെ ഒരു മാർഗം കൂടിയുണ്ട്, കൺഫർമേഷൻ കൊടുക്കാതെ നിന്നാൽ മതി. പക്ഷേ ആ മാർഗം വളരെ ഡേഞ്ചറസ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസ് അവിടെ കിടക്കുന്നതുകൊണ്ട് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ അതിലേക്ക് പരിഗണിക്കും. അങ്ങനെ അതിലേതെങ്കിലും കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ, ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിൽ നിന്ന് മാറിപ്പോകേണ്ടി വരും. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിൽ പലരും തൊട്ടടുത്ത കോളേജ് കിട്ടിയവരായിരിക്കാം ഒന്നുകിൽ, അതല്ല എങ്കിൽ അവരിഷ്ടപ്പെട്ട ബ്രാഞ്ച്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജ്, ഇനി ഹയർ ഓപ്ഷൻസ് മറ്റ് ബ്രാഞ്ചാണുള്ളത്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിക്കുന്നവരായിരിക്കാം. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ഏറ്റവും കണ്ണിങ് ആയിട്ട് ഏറ്റവും കൗശല രൂപത്തിൽ കളിക്കുന്നവർ, FW കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയവർ. FW കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയവർ ഭാഗ്യവന്മാരാണ് ഇപ്പോൾ. കാരണം അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഇതിൻ്റെ ഹയർ ഓപ്ഷൻസിന് പോകണ്ട എന്നുള്ളത്. പ്രത്യേകിച്ചും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലാണെങ്കിൽ, സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 40,000 രൂപ ഇത് അടയ്ക്കേണ്ട സ്ഥാനത്ത്, 40,000 രൂപ ഓരോ വർഷവും ഫീസ് അടയ്ക്കേണ്ട സ്ഥാനത്ത് അവരടയ്ക്കേണ്ടത് വെറും 0 ആണ്. അതായത് ട്യൂഷൻ ഫീ അവർക്ക് ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കി മറ്റ് ഫീസുകൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ചില ഫീസുകൾ മാത്രമേ കോളേജിൽ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, ഇനി മുകളിലേക്കുള്ള ഓപ്ഷൻസ് ഒഴിവാക്കാമെന്ന്. FW കാറ്റഗറിയിൽ കിട്ടിയവരാണെങ്കിൽ അത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് SMൻ്റെ മുകളിലുള്ള ഒരു പ്രയോറിറ്റിയാണ് FW എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇനി മാറാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന FW കാറ്റഗറി ആണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നില്ല എങ്കിൽ ആ FW കാറ്റഗറിയിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 99% അതിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ട്യൂഷൻ ഫീ ഉണ്ടാവില്ല. പക്ഷേ സെക്കൻഡ് ഇയറിൽ അവരുടെ ഈ പെർഫോമൻസ്, ട്യൂഷൻ ഫീ പേപ്പർ എന്ന് പറഞ്ഞാൽ നല്ല റാങ്ക് ഉള്ളവർ, നല്ല പഠിക്കുന്ന, അതായത് ഇതിനനുസരിച്ച്, അതായത് അക്കാഡമിക്
നല്ലതായ പഠന നിലവാരം നല്ല നിലയിലുള്ളതുകൊണ്ട് AICTE തരുന്ന ഒരു ആനുകൂല്യമാണ് ട്യൂഷൻ ഫീ വേവർ എന്ന് പറഞ്ഞാൽ. ഒരു ബ്രാഞ്ചിൽ 3 പേർക്ക് ഉണ്ടാവും. എല്ലാ ബ്രാഞ്ചിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. 50% അഡ്മിഷൻ നടക്കുന്ന കോളേജുകൾ മാത്രമേ ആ ട്യൂഷൻ ഫീ വേവർ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ട്യൂഷൻ ഫീ വേവർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 4 വർഷവും ഇതില്ല. പക്ഷെ നിങ്ങളുടെ അക്കാഡമിക് എബിലിറ്റി തെളിയിക്കണം. അതായത് അക്കാഡമിക് പഠന നിലവാരത്തിൽ പിന്നോക്കം പോകരുത്. പിന്നോക്കം പോയി കഴിഞ്ഞാൽ ട്യൂഷൻ ഫീ വേവർ സ്കീമും ഒഴിവാക്കും. പക്ഷെ അത് മുതലുള്ള ഫീസ് അടച്ചാൽ മതിയാവും. പഴയ ഫീസൊന്നും അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ട്യൂഷൻ ഫീ വേവറിന് മറ്റൊരു പ്രശ്നം കൂടി മാത്രമുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അതായത് കോളേജ് ട്രാൻസ്ഫർ പറ്റില്ല. കോളേജ് ട്രാൻസ്ഫർ പറ്റില്ല എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റിലെ കോളേജ് ട്രാൻസ്ഫർ അല്ല പറയുന്നത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങാം. പക്ഷെ അവിടെയും സീറ്റ് ഉണ്ടാവണം. ഇവിടുത്തെ മാനേജ്മെൻറ്റ് അനുവദിക്കണം. ഇവിടുത്തെ പ്രിൻസിപ്പാൾ അനുവദിക്കണം. അവിടുത്തെ പ്രിൻസിപ്പാൾ അനുവദിക്കണം. അങ്ങനെ കുറച്ച് പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. ആ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെക്കാളും റാങ്ക് കുറഞ്ഞവരാണ് അങ്ങോട്ട് വരുന്നതെങ്കിൽ, നിങ്ങളെക്കാൾ കുറഞ്ഞവരാണ് മറ്റ് അപേക്ഷകരെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ട്യൂഷൻ ഫീ വേവറിലുള്ള അഡ്മിറ്റ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ അത് പറ്റില്ല. പക്ഷേ വളരെ ഗവൺമെൻറ് കോളേജൊന്നും അല്ല എങ്കിൽ, ഗവൺമെൻറ് കോളേജിൽ ട്യൂഷൻ ഫീ വേവർ കൊണ്ട് ചിലപ്പോൾ വലിയ ലാഭമൊന്നും ഉണ്ടാകുന്നു വരില്ല. അതേസമയം ഈ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് കോളേജുകളിലും ആണെങ്കിൽ ട്യൂഷൻ ഫീ വേവർ കൊണ്ട് നല്ലൊരു ലാഭം വരുന്നുണ്ട്. അതായത് ട്യൂഷൻ ഫീയിൽ ആ ഒരു ഫീ അടയ്ക്കണ്ട എന്ന് പറയുന്നത് തന്നെ വളരെ സൗകര്യമുള്ള ഒരു സംഗതിയാണ്. നിങ്ങളുടെ അക്കാഡമിക് നിലവാരം ഉയർത്താൻ വേണ്ടി, അത് നിലനിർത്താൻ വേണ്ടി AICTE നൽകുന്ന ഒരു സമ്മാനമാണ് ട്യൂഷൻ ഫീ വേവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിലനിർത്തണം എന്ന് പറഞ്ഞ് ഇനി ഹയർ ഓപ്ഷൻസിന് പോകണ്ട എന്ന് പറയുന്നവരും ഉണ്ട്. അവരും ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അവരുടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കൽ നിർബന്ധമാണ്. കാരണം ഹയർ ഓപ്ഷൻസ് ഇല്ല എന്ന്, ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കിനി ഒരു ഹയർ ഓപ്ഷനും ഇല്ല എന്ന് ഉള്ള തെളിവ് ആ ഒരു പ്രിൻ്റ് ഔട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പ്രിൻ്റ് ഔട്ട് ഒരു ബ്ലാങ്ക് പേപ്പറായിരിക്കും. അത് ഒറ്റ ഓപ്ഷനും ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജ് മാത്രമുള്ള ഒരു പേപ്പർ മാത്രമായിരിക്കും അത് എന്നുള്ളതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. സമയമാകുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം. കൺഫർമേഷൻ്റെയും അതേപോലെ റീഅറേഞ്ച്മെൻറ്റിൻ്റെയും ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക. അത് വരുന്ന സമയത്ത് ഞാൻ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തു തരും. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.